വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനകളുടെ അകമ്പൊരുളിനെ നിശ്ചയിക്കുന്ന ഇഹ്സാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇഹ്സാൻ എന്നാൽ ഭാഷാപരമായി ഹസൻ, അഹ്സൻ എന്ന വാക്കിൽ നിന്നൊക്കെ കേട്ടുപരിചയിച്ച ഏറ്റവും നല്ലത് എന്ന പെർഫെക്റ്റ് എന്ന അർത്ഥത്തിൽ നിന്ന് വരുന്നതാണ്. അഥവാ ഏറ്റവും നന്നായി നിർവഹിക്കാൻ കഴിയുന്ന ആരാധനകൾ നിർവഹിക്കാൻ കഴിയുന്ന രൂപങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി ഏറ്റവും മികച്ചതായി നിർവഹിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് വളരെ വലിയ ഒരു നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആനിൻ്റെ. പരീക്ഷണ കാലഘട്ടമായ ദുനിയാവിലെ ജനനം മുതൽ മരണം വരെ അള്ളാഹു നമുക്കായി നിശ്ചയിച്ചതിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലൻ എന്നാണ്. മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ച റബ്ബ് അത് സംവിധാനിച്ചതിൻ്റെ ഉദ്ദേശമായി പറഞ്ഞത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ ഇഹ്സാനോടുകൂടെ അഹ്സനായി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ്, പരിശോധിക്കാനാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജനനമാകുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റും മരണമാകുന്ന എൻഡിങ് പോയിന്റും അല്ലാഹു നിശ്ചയിച്ചത് എന്നാണ്. അല്ലാഹുവിൻ്റെ ദീനിൽ ഒരു വ്യക്തിക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന, എത്തിപ്പിടിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പരമോന്നതമായ പദവിയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഉലമാ അങ്ങനെയാണ് അതിനെ രേഖപ്പെടുത്തിയത്. ഇഹ്സാൻ രണ്ടു വിധത്തിലുണ്ട്. അതിലൊന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകളിലുള്ള ഇഹ്സാനാണ്. ആ ഇഹ്സാനെ സംബന്ധിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുദീർഘമായ ഹദീസിനിടയിൽ പ്രത്യേകമായി പരാമർശിച്ചത് ഇഹ്സാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വാചകമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കൽ മഹാനായ നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് ഒരു വിദ്യാർത്ഥിയെപ്പോലെ, അറിവ് അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയെപ്പോലെ ചില ചോദ്യങ്ങളിലൂടെ ചില കാര്യങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്നാൽ എന്താണെന്ന് നബിയോട് ചോദിക്കുന്നു. പ്രവാചകന്റെ മറുപടി അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. വരികൾ വളരെ നിസ്സാരമാണെങ്കിലും അതിൻ്റെ ആശയം വളരെ വലുതാണ്. ഒരു സത്യവിശ്വാസിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം വരെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ആഴമേറിയ ചിന്തനീയമായ വാചകങ്ങൾ. നിർവഹിക്കുന്ന ആരാധനകളിൽ മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഇഖ്ലാസ് ചോർന്നു പോകാതിരിക്കാൻ, ഖുശൂഇൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോകാതിരിക്കാൻ, തൻ്റെ റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് തൻ്റെ കർമ്മങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന വാചകങ്ങൾ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ്, താങ്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? കഅന്നക തറാഹു, താങ്കൾ ആർക്ക് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്യുന്നത് ആ ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിനെ താങ്കൾ കാണുന്നത് പോലെ. എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കുന്നത്. ആ നമസ്കരിക്കുന്ന റബ്ബിനെ ഞാൻ എൻ്റെ മുന്നിൽ നേർക്കുനേരെ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നവനെ പോലെ നമസ്കരിക്കണം. വിശുദ്ധ ഖുർആനാകുന്ന അല്ലാഹുവിൻ്റെ കലാമാകുന്ന സംസാരമാണ് ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഹർഫുകളിലൂടെ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ കലാമാണെന്നതുകൊണ്ട് ആ റബ്ബിനെ ഞാൻ കാണുന്നത് പോലെ അതിൻ്റെ വചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആൻ്റെ വരികളിലൂടെ, ആയത്തുകളിലൂടെ എൻ്റെ കണ്ണും കൽബും കടന്നു പോകണം.
ഇങ്ങനെ ആരാധനകളിൽ ആ റബ്ബിനെ കാണുന്നത് പോലെ ആ ഒരു പ്രതീതിയോടുകൂടെ ആരാധനകൾ നിർവഹിക്കുക. ഫഇല്ലം തകുൻ തറാ, അക്ഷരാർത്ഥത്തിൽ നിന്റെ റബ്ബിനെ നിനക്ക് നേർക്കുനേരെ ദർശിക്കാൻ കാണാൻ സാധിക്കില്ലെങ്കിലും റബ്ബിൻ്റെ ഫോട്ടോയായി, രൂപമായി, അതല്ലെങ്കിൽ കോലങ്ങളായി, ദൈവത്തിൻ്റെ അവതാരങ്ങളായി കാണാനോ വെക്കാനോ നോക്കാനോ നമുക്ക് മുമ്പിൽ രൂപങ്ങളില്ല. അത് അല്ലാഹുവിൻ്റെ തീരുമാനവുമാണ്. ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ഒരിക്കലും ആ രക്ഷിതാവിനെ നേർക്കുനേരെ കാണുക സാധ്യമല്ല. രക്ഷിതാവിനെ കാണണോ, അല്ലാഹുവിനെ കാണണോ, അതിന് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതാപൂർവമായി ജീവിതം നയിച്ച് തൗഹീദിലൂടെ, സുന്നത്തിലൂടെ, ഇഹ്സാനിലൂടെ, ഇഖ്ലാസിലൂടെ ജീവിതം നയിച്ച് ഈ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പരലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ചു മരിച്ചു പോകുന്ന ഒരുത്തന് നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കുന്ന വിരുന്നിൽ അവസാനമായി പടച്ചറബ് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടുള്ള സർപ്രൈസ് വിസിറ്റുണ്ട്, ഗിഫ്റ്റുണ്ട്. അത് മറകൾ നീക്കി തൻ്റെ രക്ഷിതാവിനെ കാണാൻ അടിമക്ക് നൽകുന്ന അവസരമാണ്. അല്ലാഹുവിനെ കാണാൻ നാളെ പരലോകത്ത് മാത്രമേ ഒരടിമക്ക് സാധ്യമാകൂ. എന്നിരുന്നാലും ആ റബ്ബിനെ കാണുന്നത് പോലെ ആ റബ്ബ് നമ്മളെ കാണുന്നതുമില്ലെങ്കിലും ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ മനസ്സിലാക്കേണ്ട കാര്യം നിന്റെ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ്. എനിക്ക് അല്ലാഹനെ കാണാൻ കഴിയുന്നില്ല, പക്ഷേ എൻ്റെ റബ്ബിനെന്നെ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ റബ്ബെന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ ഇന്നഹു ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങളുടെ റബ്ബ് അവനെല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലുള്ളത് വരെ ആ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ്. അങ്ങനെ ആ റബ്ബിനെ, ആ രക്ഷിതാവിനെ കാണുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് മുമ്പിൽ ഒരു രൂപമായി അല്ലാഹുവിനെ കാണാനില്ലെങ്കിലും ആ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ഓർമ്മയിലൂടെ നമുക്ക് ആരാധനകൾ നിർവഹിക്കാൻ കഴിയണം. ഇതാണ് ഇഹ്സാനിലെ ഒന്നാമത്തെ വിഭാഗം. ഇബാദത്തുകളിൽ, ആരാധനകളിലുള്ള ഇഹ്സാൻ. രണ്ടാമത്തത് പടപ്പുകളോടുള്ള നമ്മുടെ ജീവിതത്തിലെ ഇടപെടലുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട ഇഹ്സാനാണ്. നമുക്കറിയാം, ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒറ്റക്ക് സന്യാസിയായി ഏകാന്തവാസനായി ജീവിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനാകുന്നത് അവന് ഒരു മാതാവിൻ്റെ പിറവിയിലൂടെ, ഒരു പിതാവിൻ്റെ പരിലാളനയിലൂടെയാണ് ഒരാൾ മകനായി മകളായി ജനിക്കുന്നത്. സ്വാഭാവികമായി അവിടെ മുതൽ തന്നെ അവൻ്റെ ഇടപെടലുകളുടെ പെരുമാറ്റത്തിൻ്റെ കടമകൾ ആരംഭിക്കുകയാണ്. ജന്മം തന്ന ഉമ്മയോട്, വളർത്തി വലുതാക്കിയ വാപ്പയോട്, അതേപോലെ തന്നെ ആ ഉമ്മയുടെ ഉദരം പങ്കിട്ട സഹോദരങ്ങളോട്, പ്രായപൂർത്തിയായത് മുതൽ കല്യാണം കഴിച്ച സഹധർമ്മിണിയോട്, അതിൽ തനിക്ക് പിറന്ന മക്കളോട്, തൻ്റെ വീട് താമസിക്കുന്നതിൻ്റെ അയൽവക്കത്തിൽ ജീവിക്കുന്ന അയൽവാസികളോട്, താൻ ഇടപെടുന്ന തൻ്റെ സഹപ്രവർത്തകരോട്, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ ഇടപെടേണ്ടി വരുന്ന ആരൊക്കെയുണ്ടോ അവരോടൊക്കെയും എങ്ങനെ വസിക്കണം, ആ സഹവസിക്കുന്നിടത്തുള്ള പെരുമാറ്റ മേഖലയിലുള്ള ഇഹ്സാനിനെ കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരാധനകളെന്ന് പറയുമ്പോൾ ആ ഇബാദത്തുകളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള, നാളെ പരലോകത്ത് ആദ്യമായി വിചാരണക്ക് നേരിടേണ്ടി വരുന്ന റസൂൽ പറഞ്ഞ വാചകം, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിസ് സ്വലാത്ത്. ഒരടിമ നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ തൻ്റെ ആരാധനയുടെ കൂട്ടത്തിൽ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടുള്ളതുണ്ട്, ഐച്ഛികമായ ആരാധനകളുണ്ട്. നമസ്കാരത്തെ പോലെ 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ, വർഷത്തിലൊരിക്കൽ റമളാൻ എന്ന പരിശുദ്ധമായ മാസത്തിൻ്റെ 29 30 നാളുകളിലെ പകലിലെ നിർബന്ധ നോമ്പുകളെ പോലെ, വർഷത്തിലൊരിക്കൽ തൻ്റെ സമ്പത്തിൻ്റെ കൃത്യമായ വിഹിതം നിശ്ചയിച്ച് നിസാബ് നോക്കി വർഷം തികഞ്ഞാൽ കൊടുക്കുന്ന സക്കാത്ത് പോലെ, സാമ്പത്തികവും ശാരീരികവും യാത്രാപരവുമായ സൗകര്യങ്ങൾ ഒത്തുവന്നാൽ നമ്മളുടെ ഹജ്ജ് പോലെ,
നമ്മൾ നിർവഹിക്കുന്ന നിർബന്ധമായ ആരാധനകൾ, അതല്ലാത്ത തതവ്വുകളായിട്ടുള്ള നഫ്ലുകളായിട്ടുള്ള ഐച്ഛികമായ ആരാധനകൾ, നമസ്കാരങ്ങളാകാം, നോമ്പുകളാകാം, സ്വതക്കയാകാം, ഉംറയാകാം, മറ്റുള്ള അദ്കാറുകളാകാം, വ്യത്യസ്തങ്ങളായ ആരാധനകൾ. ഈ ഏത് ആരാധനകൾ നിർവഹിക്കുമ്പോഴും ആ ആരാധനകളെ ജീവസുറ്റതാക്കാൻ, അതേപോലെ തന്നെ അതിൻ്റെ അകക്കാമ്പ് ഉൾക്കൊള്ളാൻ, നമുക്ക് ഹൃദ്യമാകാൻ, ആസ്വാദ്യകരമാകാൻ നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുന്നത് നമ്മുടെ നമസ്കാരത്തെയായിരിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിചാരണയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നുണ്ട്. നമസ്കാരത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നമസ്കാരത്തെ അള്ളാഹു വിചാരണക്കെടുക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് മുതൽ ഏത് കർമ്മങ്ങളും ഏത് ആരാധനകളും നമ്മുടെ പ്രവർത്തനങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ മാനദണ്ഡമെന്ന് പറയുന്നത് നിയ്യത്താണ്. നമ്മൾ നിർവഹിച്ച നമസ്കാരം ളുഹർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാകുക, സുബഹി കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അസ്ർ വരാനിരിക്കുന്നുണ്ട്, അല്ലാഹു ആലം. ഇങ്ങനെ നമ്മൾ നിർവഹിക്കുന്ന ഏത് ആരാധനകളും അതിലെ നിർബന്ധ നമസ്കാരങ്ങൾ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള ആ നമസ്കാരത്തിനിടയിലുള്ള നമ്മുടെ മനസാന്നിധ്യം എത്രത്തോളമായിരുന്നു? നമ്മൾ പറഞ്ഞ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രതിജ്ഞകൾ, പ്രാർത്ഥനകൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കണം. ആ നമസ്കാരത്തിൻ്റെ ഏറിയാൽ 10 മിനിറ്റ്, നമസ്കാരത്തിൻ്റെ ദൈർഘ്യം ഏറിയാൽ 10 മിനിറ്റാണ്. തക്ബീർ കെട്ടിയത് മുതൽ സലാം വിട്ടുന്നത് വരെ 4 റക്അത്ത് ഉണ്ടെങ്കിലും ഉള്ള അവസ്ഥയെ പറഞ്ഞ്, ഇനിയിപ്പം ചിലപ്പം പോയാൽ ഒരു 11, 12, 13 മിനിറ്റ് ഏറിയാൽ. ഖുർആൻ പാരായണങ്ങളൊക്കെ ഉള്ള മഗ്രിബോ ഇശാ ഒക്കെ ഉള്ള അവസ്ഥയാണ്. ശരി, ആ 10-11 മിനിറ്റുകൾക്കിടയിൽ ആ തക്ബീർ കെട്ടിയത് മുതൽ സലാം വീട്ടിയത് വരെയുള്ള നമ്മുടെ ഓരോ നിമിഷങ്ങളെക്കുറിച്ച്, ഈ ളുഹർ നമസ്കരിച്ച നമസ്കാരത്തിനിടയിൽ ആ നമസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലാത്ത എന്തെല്ലാം ചിന്തകൾ നമ്മുടെ നമസ്കാരത്തിനകത്തേക്ക് കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കണം. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടത്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആ നമസ്കാരത്തിനിടയിലൂടെ. എന്നാൽ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? എല്ലാ ആരാധനകളെ സംബന്ധിച്ചും കണക്ട് ചെയ്തു പറയാനുള്ള സമയമില്ല. എല്ലാ ആരാധനകളെ സംബന്ധിച്ചും ഏറ്റവും അധികം നിർബന്ധമായി 5 വക്ത്, അതിന് മുമ്പും ശേഷവുമായി റവാത്തിബ് സുന്നത്തുകൾ, പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിൻ്റെ തഹയ്യത്ത്, വുളു എടുക്കുകയാണെങ്കിൽ ആ വുളുവിൻ്റെ സുന്നത്ത്, ദുഹാ നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഏറ്റവും അധികം നമസ്കരിക്കുന്ന ആരാധനകളിലെ ഏറ്റവും പ്രധാനമായ നമസ്കാരത്തെക്കുറിച്ച് പറയാം. അല്ലാഹു അക്ബർ എന്ന് തൻ്റെ ഇരുകരങ്ങളും ആ കഅബക്ക് നേരെ തിരിച്ചു വെച്ച് തൻ്റെ ഷോൾഡറിലോ അല്ലെങ്കിൽ തൻ്റെ ചെവിയുടെ നേരെ തൻ്റെ വിരലുകൾ ചേർത്തു പിടിച്ച് അല്ലാഹു അക്ബർ എന്ന തൻ്റെ ശരീരത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ആ ഹൃദയത്തിൻ്റെ മേറ്റ് കയറി വെക്കുകയാണ്. ഹൃദയത്തിൻ്റെ സ്തംഭനം അതറ്റുപോയാൽ, നിലച്ചുപോയാൽ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ ഹൃദയത്തിനു മീതെ, നെഞ്ചിന് മേലെ തൻ്റെ ഇടതു കൈയിനു മേൽ വലതു കൈ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ ആദ്യമായി പ്രഖ്യാപിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് എനിക്ക് ഏറ്റവും വലുത് എന്നാണ്. നേരത്തെ ഇഹ്സാനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു കബീറാണെന്നല്ല, അല്ലാഹു വലിയവനാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ വലിയവരായി നമുക്ക് വേറെയുമുണ്ട്. എൻ്റെ മക്കൾ എനിക്ക് വലിയവരാണ്, എൻ്റെ ഭാര്യ എനിക്ക് വലിയവളാണ്, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ എനിക്ക് വലിയവരാണ്. മറ്റു പലരെക്കാളും അല്ല, ഒരടിമയെ കൊണ്ട് അല്ല പറയിപ്പിച്ചത് അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹു ആണ് ഏറ്റവും വലുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ലൈസ ഫൗഖഹു ശൈഉൻ, ഇനി അതിൻ്റെ മേലെ ഒരാളില്ല. അല്ലാഹുവാണ് അക്ബർ, അല്ലാഹുവിനേക്കാൾ വലിയവനായി, അല്ലാഹുവിനേക്കാൾ ഇഷ്ടമുള്ളവനായി, അല്ലാഹുവിനേക്കാൾ പ്രിയപ്പെട്ടവനായി ഒന്നുമില്ല. എൻ്റെ കച്ചവടങ്ങളോ
എൻ്റെ വീടോ എൻ്റെ സമ്പത്തോ സൗകര്യങ്ങളോ സന്താനങ്ങളോ മാതാപിതാക്കളോ ആരും എനിക്ക് അള്ളാഹുവിനേക്കാൾ വലുതല്ല. അള്ളാഹിനോട് പറഞ്ഞ ആദ്യത്തെ വാക്കാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ ആ കലിമത്തിന് ഇത്രയും സാരാംശമുണ്ടെന്ന് ഓർത്തിട്ടാണോ അറിഞ്ഞിട്ടാണോ മനസ്സിലാക്കിയിട്ടാണോ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണോ നമ്മൾ പറയുന്നത്? നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, നമസ്കാരം കഴിഞ്ഞാൽ അദ്കാറുകൾ, ആ അദ്കാറുകളിലും നമ്മൾ 33 തവണ പറയുന്നുണ്ട് അല്ലാഹു അക്ബർ എന്ന്. അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവനെന്ന് പറയുന്നു നമ്മൾ. എത്ര തവണ? 100 കണക്കിന് തവണ. ഒരു വേള അതര വ്യായാമമായി ചുണ്ടുകളിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഓരോന്നെടുത്തു നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിൻ്റെ അതിൻ്റെ മഹത്വം അറിയണമെങ്കിൽ വിശുദ്ധ ഖുർആനിൽ എവിടെയാണ് ആ വാക്ക് അല്ലാഹു ഉപയോഗിച്ചത് എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ ആശയത്തിൻ്റെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ. ഇസ്രാ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് അങ്ങകലെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി രാപ്രയാണം ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് 7 ആകാശങ്ങൾ താണ്ടിക്കടന്ന് ആ രാത്രി അവസാനിക്കുമ്പോഴേക്ക് സുബഹിക്ക് തിരിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവന്നു. ആ യാത്രയെക്കുറിച്ച് അത്ഭുതകരമായ, അസാധ്യമായ, അമാനുഷികമായ ആ അത്യത്ഭുതകരമായ യാത്രയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ആ സൂറത്ത് തുടങ്ങാൻ അള്ളാഹു ഉപയോഗിച്ച പദമാണ് തസ്ബീഹ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. വിഷയം ഇസ്രാ അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ അത് തുടങ്ങിയത് തസ്ബീഹ് കൊണ്ടാണ്. അതേപോലെ മനുഷ്യരിലെ ഇണകളായി, ഇണയും തുണയുമായി തൻ്റെ സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യരല്ലാത്ത വേറെയും സൃഷ്ടികളെ ഇണയായി തുണയായി പടച്ച ആ സംവിധാനത്തെ പറ്റി പറഞ്ഞപ്പോ സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞു സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. എല്ലാ ഇണവർഗങ്ങളെയും സൃഷ്ടിച്ചവനായ റബ്ബ് അവൻ പരമപരിശുദ്ധനാണ്. അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു. 25 വയസ്സോ 24 വയസ്സോ 23 വയസ്സോ ആയാൽ 18 വയസ്സ് മുതൽ പെൺകുട്ടികൾ നാട്ടുകാരാലോചിച്ച് കുടുംബക്കാർ തീരുമാനിച്ച് ഡേറ്റ് നിശ്ചയിച്ച് നിക്കാഹ് നടത്തി കല്യാണം കഴിച്ചു പോകുന്ന ആ നമ്മുടെ കല്യാണ സംവിധാനം മാത്രമല്ല, മനുഷ്യരിൽ മാത്രമല്ല, മിമ്മാ തുൻബിതുൽ അർളു ഭൂമി മുളപ്പിക്കുന്ന സസ്യലതാദികളിൽ, വമിൻ അൻഫുസിഹിം നിങ്ങളിൽ നിന്ന് തന്നെയും, കൃഷികളിൽ സസ്യലതാദികളിൽ ചെടികളിൽ പോലും ഇണകളും തുണകളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. വമിൻ അൻഫുസിഹിം നിങ്ങളിലുമുണ്ട്, വമിമ്മാ ലാ യഅലമൂൻ അവർക്കറിയാത്ത വിഭാഗങ്ങളിലും ഇണകളുണ്ട്. സഹോദരങ്ങളെ, ആ തസ്ബീഹിനെ, ആ പരിശുദ്ധിയെ, ആ പടച്ച റബ്ബിനെ കുറിക്കുന്ന, അത്ഭുതത്തെ കുറിക്കുന്ന വാചകമാണ് സുബ്ഹാനല്ലാഹ്. വാഹനത്തിലായിരിക്കുമല്ലോ നമ്മളെല്ലാവരും ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നിട്ടുണ്ടാവുക. മഹാഭൂരിപക്ഷം ആളുകളും സ്വന്തം വാഹനം ഡ്രൈവ് ചെയ്ത് വന്നവർ, മക്കളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിച്ചവർ അല്ല, അവരെൻ്റെ വാഹനത്തിൽ കയറി യാത്രികരായി വന്നവർ. ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് യാത്ര ആരംഭിക്കുമ്പോൾ അവൻ പറയാനായി റസൂലുള്ള പഠിപ്പിച്ചതെന്താ? ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞാൽ പിന്നെന്താ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ വരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്നത്, നിർവഹിക്കുന്നത് ആരാധനകളാകട്ടെ, ഫർളുകളാകട്ടെ, സുന്നത്തുകളാകട്ടെ, അദ്കാറുകളാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, അതിൽ ഇഹ്സാൻ ഉണ്ടെങ്കിലാണ് അതിന് ജീവൻ ഉണ്ടാവുക. ഏതുപോലെ ഈ ശരീരത്തിനകത്ത് റൂഹുള്ളത് കൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ ജീവസുറ്റതായി നിൽക്കുന്നത്. ആരാധനകൾക്ക് അകപ്പൊരു വേണമെങ്കിൽ, അന്തസത്ത വേണമെങ്കിൽ, ആന്തരിക സൗന്ദര്യം വരണമെങ്കിൽ ഇഹ്സാനോടുകൂടി ആ ആരാധനകൾ നിർവഹിക്കാൻ കഴിയണം. നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. നിസ്കരിക്കാൻ തുടങ്ങി, അല്ലാഹു അക്ബറിനെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹിനോട് പറയുന്നത് എന്താ?
വജ്ജഹത്തു വജിഹിയ ലില്ലദീ നമ്മൾ ഓതുകയാണ്. എന്താ വജ്ജഹത്തു വജിഹിയ? അള്ളാഹുവിനോട് പറയാണ്, ഞാൻ എൻ്റെ കച്ചവടം നിർത്തി, എൻ്റെ ജോലി നിർത്തി, എൻ്റെ മറ്റു ഇടപാടുകൾ നിർത്തി, ഞാൻ വന്നു നിന്നിട്ടുള്ളത് അള്ളാഹുവേ നിനക്കു നേരെ എൻ്റെ മുഖം തിരിച്ചുകൊണ്ടാണ് ഞാൻ വന്നു നിന്നിട്ടുള്ളത് എന്ന് അള്ളാഹുവിനോട് പറയുന്നു. എങ്ങനെ വന്നു നിന്നു? ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഹനീഫായി, ഋജുമാനസനായി, അഥവാ എൻ്റെ മനസ്സിൽ വേറെ ഒരു കളങ്കവുമില്ല, യാതൊരു കാപട്യവുമില്ല, പൂർണ്ണമായി സമ്പൂർണമായി നിനക്ക് മുന്നിൽ എന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാഹുവോട് പറയാൻ. അല്ലാതെ 10 മിനിറ്റിന് ഇപ്പോൾ അവിടെ മറ്റാളോട് വരും, അപ്പോഴേക്ക് പോയിട്ട് എന്ത് ചെയ്യുക, ഗ്യാപ്പ് ഉണ്ട് 10 മിനിറ്റ്, എന്നാൽ വേഗം പോയിട്ട് വരാ. അല്ല, മുസ്ലിമൻ. ഏതാണ് ആ തസ്ലീം? ഏതാണ് ആ മുസ്ലിം? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അല്ലാഹ് പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിമിനോട് ഇബ്രാഹിമിന്റെ റബ്ബ് പറഞ്ഞു, ഇബ്രാഹിമേ നീ നിന്റെ റബ്ബിന് സമർപ്പിക്കണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അവിടുന്ന് പറഞ്ഞ മറുപടി, ഞാനിതാ ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബുൽ ആലമീന് എന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം. അതൊരു വെറും അദര വ്യായാമമായിരുന്നില്ല വിശ്വാസികളെ. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ ഇസ്ലാം, ആ മുസ്ലിം, അത് കേവലം അദര വ്യായാമമായിരുന്നില്ല. തൻ്റെ മകനെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മകനെ കൊടുത്തു, ഭാര്യയെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയെ കൊടുത്തു. അല്ല, തനിക്കുള്ളതായി എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ റബ്ബിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ സന്നദ്ധനായ, സമർപ്പിച്ചവനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുപോലെ നമുക്ക് നമ്മെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയണം. ഇങ്ങനെ നമ്മുടെ ആരാധനകളിൽ മുഴുവൻ നമുക്ക് പരാതിയാണ്. എന്താ പരാതി? നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ല, നിസ്കാരത്തിൽ തുമഅനീനത്ത് കിട്ടണില്ല, നിസ്കാരം ശരിയാകണില്ല. 3 ആണോ നിസ്കരിച്ചത്, 4 ആണോ നിസ്കരിച്ചത്, ഓർമ്മല്ല. 4 നിസ്കരിച്ചിട്ട് 3 ആണോ 4 ആണോ, 2 നിസ്കരിച്ചിട്ട് 1 ആണോ 2 ആണോ? എന്തേ കാര്യം? ആ നിർവഹിക്കുന്ന ആരാധനകളിൽ ഇഹ്സാൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. ഏത് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. നമസ്കാരത്തിൽ മാത്രമല്ല, മരിക്കുന്നത് വരെയുള്ള തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷാർത്ഥങ്ങളിലും ഒരു വിശ്വാസിയെ നയിക്കേണ്ട ആന്തരികമായ ഘടകമാണത്. അതുകൊണ്ടാണ് പാതിരാവിൽ തൻ്റെ വീട്ടിലെ ജീവിതോപാധിയായി കാലികളുടെ കറന്നെടുത്ത പാല് വിതരണക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ തികയില്ലെന്ന് വന്നപ്പോൾ സാധാരണ സ്വാഭാവികമായി ഏതു മനുഷ്യൻ്റെ മനസ്സും ആഗ്രഹിച്ച ഒരു പ്രതിവിധി, ലേശം വെള്ളമൊഴിക്കാം എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തപ്പോൾ, ഏത് പ്രസവിച്ച ഉമ്മ ഉപദേശിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞില്ലേ, ഉമ്മ പാലിൽ വെള്ളം കലർത്താൻ പാടില്ല. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞില്ലേ, മോളെ ഈ പാതിരാത്രിയിൽ ഈ കൂരക്കകത്തിരുന്ന് നമ്മുടെ പാൽപാത്രത്തിൽ ആ പാലിന് കൂടെ ലേശം വെള്ളമൊഴിച്ചാൽ ആരു കാണാനാ മോളെ? ഖലീഫ ഉമർ കാണില്ലല്ലോ, ഉമർ അറിയില്ലല്ലോ. ആ സമയത്ത് ആ ഉമ്മയോട് ആ പെൺകുട്ടി പറഞ്ഞു കൊടുത്തത്, ഉമ്മ ഇതു പറഞ്ഞ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ച നാടിൻ്റെ ഭരണാധികാരി ഖലീഫ ഒരു വേള അറിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ റബ്ബ് അറിയുമെന്നാണ്, റബ്ബ് അറിയുമെന്നാണ്. ആ ബോധം എവിടെ നിന്ന് വന്നു എന്നറിയുമോ? അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. 100 കണക്കിന് വരുന്ന ആട്ടിൻപറ്റങ്ങളെയുമായി അതിശക്തമായ ചൂടിൽ മേഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റത്തിൽ നിന്ന് അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബാ സംഘം ആ ആട്ടിടയനോട്, മോനെ നിന്റെ യജമാനന്മാർ ഈ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരെണ്ണത്തിന് തരുമോ? നിനക്ക് പൈസ തരാം. ആട്ടിൻകുട്ടിയോ തന്നാൽ മതി, ഒരു ചെറിയ കുട്ടിയെ, നിനക്ക് പണം തരാം. ആ കുട്ടി പറഞ്ഞു, ഇല്ല, തരാൻ പറ്റൂല. മോനെ പൈസ തരാം മോനെ, വെറുതെ വേണ്ട. ഇല്ല, ഇതെൻ്റേതല്ല, ഇത് യജമാനൻ്റെതാണ്. മോനത് തന്നോ. 100 കണക്കിന് ആട്ടിൻപറ്റങ്ങളില്ലേ, അതിൽ ഒരെണ്ണം തന്നാൽ മതി, മോനെ പൈസ തരാ. യജമാനന് അറിയില്ല ആ ചെറിയ കുട്ടി പറഞ്ഞത്
യജമാനൻ അറിയില്ലെങ്കിലും യഥാർത്ഥ യജമാനനായ റബ്ബ് അറിയുമെന്ന് ആ ഇളം പൈതലിനെ കൊണ്ട് പറയിപ്പിച്ചത് അൻ തഅ്ബുദല്ലാഹ് കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അതായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ഏതു മേഖലകളിലും, നമ്മുടെ ഏത് ജീവിതങ്ങളിലും, നമ്മുടെ ആരാധനകളിലും ആ ഇഹ്സാൻ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടത്. ആ ഇഹ്സാൻ നിലനിൽക്കുമ്പോഴാണ്. നമസ്കാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രം വേണ്ട സഹോദരങ്ങളെ. നിസ്കാരം നടക്കണമെങ്കിൽ വുളു ശരിയാകണ്ടേ? വുളു ഉണ്ടെങ്കിലല്ലേ നിസ്കാരം ശരിയാകുക. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, നിങ്ങൾ ആരെങ്കിലും വുളു എടുക്കാൻ ഉദ്ദേശിച്ചാൽ, നമ്മൾ എങ്ങനെ വുളു എടുക്കല്? ഈ പറയണ ഞാൻ ഉൾപ്പെടെ കുറ്റക്കാരൻ തന്നെയാണ്, പ്രതിപക്ഷത്ത് തന്നെയാണ്, പ്രതിപട്ടികയിൽ തന്നെയാണ്. ഇഖാമത്ത് കേൾക്കുമ്പോൾ നമ്മൾ ഓടുക. ആ ഓട്ടം 1.5 ഓട്ടമായിരിക്കും. എന്നിട്ടോ അവിടെ ഇഖാമത്ത് കേട്ടിട്ട് നിസ്കാരം തുടങ്ങി നമ്മൾ ഹൗദിൻ്റെ അടുക്കലേക്ക്, ടാപ്പിൻ്റെ അടുക്കലേക്ക് ഓടും. എന്നിട്ട് നമ്മൾ വുളു എടുക്കും. ആ വുളു ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാലങ്ങളായി നമ്മൾ എടുക്കുന്ന വുളുവാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഒരു വുളു. ഏത് വുളു? നിങ്ങൾ ആരെങ്കിലും വുളു എടുക്കാൻ ഫയുഹ്സിനുൽ വുളുഅ, ഏറ്റവും നന്നായി നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങൾ അറിഞ്ഞതനുസരിച്ച് വെച്ച് ഏറ്റവും നല്ല വുളു എടുക്കുന്നവൻ ഫയുഹ്സിനു വുളുഅഹു, അവൻ അവൻ്റെ വുളുഇനെ ഏറ്റവും നന്നാക്കി. നമ്മൾ ചോദിച്ചാൽ മതി, എനിക്ക് എടുക്കാൻ അറിയുന്ന വുളുഇൽ ഏറ്റവും നല്ല വുളു ഇതാണോ? അല്ല, ഇതിനേക്കാൾ നന്നായി വുളു എടുക്കാൻ എനിക്കറിയാം. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒരാൾ വന്നു എന്നിട്ട് അയാൾ ബിസ്മില്ല ചൊല്ലി, എന്നിട്ട് അയാൾ വുളു എടുത്തു. എങ്ങനെ? ഏറ്റവും നന്നായി. ഫയുസ്ബിഹു വുളുഅഹു, അവൻ്റെ വുളുഇലെ അവയവങ്ങൾ ഏറ്റവും നന്നായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വിഷയം അത്രയും സമഗ്രമായ വലിയൊരു വിശാലമായ വിഷയമാണ്, ഓരോന്നും കണക്ട് ചെയ്ത് പറയണമെങ്കിൽ. പക്ഷേ മനസ്സിലാക്കാൻ ഇതിൻ്റെ സൂചനകൾ മതി. വുളു തുടങ്ങാൻ ബിസ്മി ചൊല്ലണം, എന്നിട്ട് വുളു തുടങ്ങണം. തുടങ്ങിയ ഓരോ അവയവങ്ങളും നിർദ്ദേശിക്കപ്പെട്ട കൃത്യമായ അളവ്. അവയവങ്ങളൊക്കെ കഴുകിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നും, മടക്കി വെക്കണ കൈയൊക്കെ മടക്കിയാൽ ചിലപ്പോൾ അങ്ങോട്ട് കയറുമോ, അത്രയൊക്കെ വേണോ? നാളെ പരലോകത്ത് പരകോടി മനുഷ്യരെ, വ്യത്യസ്തങ്ങളായ ഉമ്മത്തുകളിൽ നാളെ പരലോകത്ത് കോടാനുകോടി വരുന്ന മനുഷ്യ സമുദായങ്ങൾ, അമ്പിയാക്കന്മാരിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാൻ, ഉർറൻ മുഹജ്ജലീന ആസാറൽ വുളൂഇ, അവരെടുത്ത വുളൂഇൻ്റെ അവയവങ്ങളിൽ, നിർദ്ദേശിക്കപ്പെട്ട അവയവങ്ങളിൽ നിന്നേക്കാൾ കയറ്റിക്കഴുകിയ പ്രകാശിക്കുന്ന അടയാളങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മത്തിലെ സ്വഹാബകളെ തിരിച്ചറിയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഇഖ്വാനുകളെ ഞാൻ തിരിച്ചറിയും, എൻ്റെ സ്വഹാബകളല്ല, എൻ്റെ ഇഖ്വാനുകൾ, എൻ്റെ സഹചാരികൾ, എൻ്റെ സഹോദരങ്ങൾ. വുളൂഇൻ്റെ അവയവങ്ങൾ കയറ്റിക്കഴുകിയ നിമിത്തം അതിൻ്റെ അടയാളങ്ങൾ പ്രകാശിച്ചുകൊണ്ട് പരലോകത്ത് നിൽക്കുമ്പോൾ വെളുപ്പും കറുപ്പും കൂടിക്കലർന്ന ആ കുതിരക്കല്ലിൽ നിന്ന് സ്വന്തം കുതിരയെ തിരിച്ചറിയുന്നത് പോലെ അവർ തിരിച്ചറിയുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പം നമുക്ക് വുളു എടുക്കാൻ കഴിയില്ലേ? കഴിയും. എങ്ങനെ കഴിയണം? ഇഹ്സാനോടുകൂടി ചെയ്യണം. ഇഹ്സാനോടുകൂടി നമുക്ക് നിർവഹിക്കാൻ കഴിയണം വുളു. അങ്ങനെ നിർവഹിച്ചാൽ എന്താ? കൈ കഴുകി. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അങ്ങനെ ഏറ്റവും നന്നായി ബിസ്മി ചൊല്ലി വുളു ചെയ്തു. എങ്ങനെ? ഏറ്റവും നന്നായി. കൈയാണോ? മുൻകൈ ഏറ്റവും നന്നായി കഴുകണം. മുഖമാണോ? ആ നെറ്റിയുടെ മേലെ മുടി മുളക്കുന്നത് മുതൽ താടിയുടെ അടിവരെ, അതുപോലെ 2 ചെവികൾ ഉൾപ്പെടെ മുഴുവനായി കൃത്യമായി പൂർണ്ണമായി കഴുകണം. താടി രോമങ്ങൾക്കിടയിലൂടെ വെള്ളം കടന്നുപോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സഹോദരങ്ങളെ, ഓരോ അവയവങ്ങളും വെള്ളത്തിൻ്റെ കണികകൾ ആ അവയവങ്ങളിൽ പറ്റിയിട്ട് അതിൽ നിന്ന് ആ വുളൂഇൻ്റെ വെള്ളത്തുള്ളി അടർന്നു വീഴുമ്പോൾ ആ അവയവം ചെയ്ത പാപത്തിൻ്റെ കറകളിങ്ങനെ ആ വെള്ളത്തുള്ളികളിലൂടെ അടർന്നു പോകുമെന്ന് പറഞ്ഞത് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴെങ്കിലും വുളൂ നിർവഹിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമുക്കുണ്ടായിട്ടുണ്ടോ സഹോദരങ്ങളെ? അത് ചിന്തിക്കാനുള്ള നേരം നമുക്ക് കിട്ടിയിട്ടില്ലെന്ന് വരെ. കാരണം അത്രയും തിരക്കിലാണ്, തിടുക്കത്തിലാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ആ വുളൂ നിർവഹിക്കുക ഏറ്റവും നന്നായി, ഏറ്റവും ഭംഗിയായി നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രൂപത്തിൽ.
അവസാനം റസൂൽ പറഞ്ഞു, ആ പ്രാർത്ഥന വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും ആ മനുഷ്യന് മുമ്പിൽ തുറക്കപ്പെടാതിരിക്കില്ലെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് നിർവഹിച്ചതിന്? വുദൂ നിർവഹിച്ചതിൻ്റെ പേരിൽ. യദ്ഖുലുഹാ ഷാ, അവൻ ഉദ്ദേശിക്കുന്ന ആ 8 കവാടങ്ങളിൽ ഏതിലൂടെയാണോ അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വുദൂ ഇഹ്സാനോടുകൂടി നിർവഹിച്ചാൽ, ഏറ്റവും അഹ്സനായി വുദൂ നിർവഹിച്ചാലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഏറ്റവും നന്നായി വുദൂ ചെയ്താൽ ആ മനുഷ്യൻ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഏതെല്ലാം ആരാധനകൾ, നിങ്ങൾ മറ്റ് ആരാധനകൾ എടുത്തു നോക്കുങ്ങൾ. നമസ്കാരത്തിൻ്റെ കാര്യം ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, വുദൂ ഉണ്ട്, ദിക്റുകളുണ്ട്. ദിക്റിൻ്റെ ഞാൻ പറഞ്ഞുപോയി. നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നമ്മളങ്ങനെ ചൊല്ലുന്നുണ്ട്. ഞാൻ നിങ്ങൾ ചെല്ലുന്നതിനെ കുറ്റപ്പെടുത്തില്ല. പക്ഷേ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങളെ എത്രത്തോളം ഇഹ്സാനോടുകൂടിയാണ് നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർവഹിക്കുന്നത് എന്ന് ശരിക്കാലോചിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ സഹോദരങ്ങളെ? നാളെ പരലോകത്ത് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഈ കർമ്മങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്കിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന പ്രതീക്ഷയോട് ചെല്ലുന്ന ആൾക്കാരാണ്. നാളെ പടച്ചോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പടച്ചോൻ്റെ കണക്കിൽ, ഹിസാബിൽ എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ വുളൂഉം എൻ്റെ സ്വതക്കയും എൻ്റെ സക്കാത്തും ഇത് മുഴുവൻ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ. അല്ലാതെ വെറുതെ നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിട്ട്, ഒരു അതര വ്യായാമമായിട്ട് വെറുതെ ചെയ്യലല്ലോ, ഒരു എക്സസൈസ് ഒന്നുമല്ലല്ലോ ഇത്. പകരം പടച്ചോൻ്റെ അടുത്ത് നാളെ പരലോകത്ത് എൻ്റെ നന്മയുടെ ഹസനാത്തിൻ്റെ പട്ടികയിൽ ഇത് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ചെയ്യണത്. സഹോദരങ്ങളെ, ഇഹ്സാനില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല, മനസാന്നിധ്യത്തോടുകൂടിയല്ല, ഉത്തമമായ ബോധ്യത്തോടുകൂടിയല്ല നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, ആ കർമ്മങ്ങളുടെ പ്രതിഫലം കുറഞ്ഞു പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, വിശുദ്ധ ഖുർആനിലെ ഞാൻ ഓതിവെച്ച ആയത്തിൻ്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ഇഹ്സാനുള്ള മനുഷ്യർ, ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും ഇഹ്സാൻ നിലനിർത്തിയ ആളുകൾക്ക് ഏറ്റവും നല്ല പ്രതിഫലമാണ് തിരിച്ചു കൊടുക്കുക. ഇഹ്സാൻ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് എന്നാണ്. ലില്ലദീന അഹ്സനു അൽ ഹുസ്ന, അവർക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കുക ഏറ്റവും നല്ല പ്രതിഫലമായിരിക്കും. വസിയാദത്തുൻ, അതേപോലെ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലത്തെക്കാൾ കൂടുതലും അള്ളാഹു അവർക്ക് നൽകും. വലാ യർഹഖു വുജൂഹഹും ഖതറുൻ വലാ ദില്ലത്തുൻ, ഒരിക്കലും അവരുടെ മുഖങ്ങളെ യാതൊരു ഭയമോ അതേപോലെ തന്നെ യാതൊരു പൊടിപടലങ്ങളോ ഒന്നും അവർ ഒരിക്കലും, അവരുടെ മുഖങ്ങൾക്ക് യാതൊരു ഇരുളോ അപമാനമോ അവരുടെ മുഖത്തെ തീണ്ടുകയില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. ഒരു കരുവാളിച്ചുണ്ടാവില്ല, ഒരു ശോഭക്കുറവുണ്ടാവില്ല, അതേപോലെ തന്നെ അവർക്ക് യാതൊരുവിധ അപമാനവും ഉണ്ടാവുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ, അവർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികൾ, അവരതിൽ സ്ഥിരതാമസക്കാരുമായിട്ടുള്ള ആളുകളായിരിക്കുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല നമ്മുടെ ആരാധനകൾ, നമുക്കറിയാം നമ്മൾ തൗഹീദ് രംഗത്തുള്ള ആളുകളാണ്, സുന്നത്തിൻ്റെ മേഖലയിലുള്ള ആളുകളാണ്, ദഅവ മേഖലയിലുള്ള ആളുകളാണ്, നമ്മൾ ദീന് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ വ്യക്തിപരമായ ആരാധനകളിൽ ഏറ്റവും നല്ല ഇഹ്സാനോടുകൂടി നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ആരാധനകളും നമ്മുടെ അമലുകളും നന്നാക്കി തീർക്കാൻ ഞാനും നിങ്ങളും ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.